ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ്, വെബ്കോ, BF എന്നൊക്കെ ക്ലാസ്സുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2025 കറണ്ട് അഫയേഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഏപ്രിൽ മാസം ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നോക്കിക്കുക, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം ഏതാണ്? എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം ഏതാണ്? നിളയാണ് കേട്ടോ. നിള ഏതാണ്? നിള. Hex20 എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് വികസിപ്പിച്ചതെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. Hex20. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം ഏതാണ്? നിളയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. കാറ്റഗറി UGC കാറ്റഗറി 1 ഗ്രേഡ് പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല എന്താണ്? UGC കാറ്റഗറി 1 ഗ്രേഡ് പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? MG യൂണിവേഴ്സിറ്റിയാണ്, മഹാത്മാഗാന്ധി സർവകലാശാലയാണ്. ഓക്കെ, UGC കാറ്റഗറി 1 ഗ്രേഡ് പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് MG യൂണിവേഴ്സിറ്റി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തില് ആദ്യമായിട്ട് അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ്? ശാസ്താംപാറ, തിരുവനന്തപുരമാണ് കേട്ടോ. ശാസ്താംപാറയിലാണ് അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വരുന്നത്. എടാ, ഈ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്നറിയാമോ? PR ശ്രീജേഷ് ആണ്. അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? PR ശ്രീജേഷ് ആണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, കേരളത്തിലെ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വരുന്നത് ശാസ്താംപാറയിലാണ്. ശാസ്താംപാറ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ ഒരു വിയോഗമാണ്. 2025 ഏപ്രിൽ അന്തരിച്ച ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ആരാണ്? ആ വ്യക്തി ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. എന്താണ്? 2025 ഏപ്രിൽ അന്തരിച്ച ആഗോള കത്തോലിക്ക സഭയുടെ തലവനാണ് ആര്? ഫ്രാൻസിസ് മാർപ്പാപ്പ. ഓക്കെ, അടുത്ത നോക്കിക്കേ. എന്താണ് ഏപ്രിൽ 22 പ്രത്യേകത? ലോക ഭൗമ ദിനമാണ് അല്ലെ. ലോക ഭൗമ ദിനമാണ് ഏപ്രിൽ 22. അപ്പോൾ 2025 ഏപ്രിൽ 22 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം, ഔർ പവർ ഔർ പ്ലാനറ്റ് എന്നുള്ളതാണ്. മനസ്സിലായോ? നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നുള്ളതാണ് 2025 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം. ഓക്കെ, അടുത്ത് നോക്കിക്കേ. അടുത്തതും ഒരു വിയോഗമാണ്. 2025 ഏപ്രിൽ അന്തരിച്ച നോബൽ ജേതാവായിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരന്റെ പേരെന്താണ്? ആരാണ് ആ വ്യക്തി? മാരിയോ വർഗസ് യോസയാണ് കേട്ടോ. നോബൽ ജേതാവായ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരൻ 2025 ഏപ്രിൽ അന്തരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേരെന്താണ്? മാരിയോ വർഗസ് യോസയാണ്. നോബൽ ജേതാവായ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരൻ 2025 ഏപ്രിൽ അന്തരിച്ചു. ആ വ്യക്തിയുടെ പേരാണ് മാരിയോ വർഗസ് യോസ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ 4ാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ 4ാമത്തെ രാജ്യം ഇന്ത്യയാണെങ്കിൽ അതിന് മുന്നിലുള്ള 3 സ്ഥാനങ്ങൾ ആർക്കൊക്കെയാണ്? ഫസ്റ്റ് USA ആണ്, സെക്കൻഡ് ചൈന, 3 റഷ്യ, 4 ഇന്ത്യ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് പഠിച്ചു വെച്ചേക്കണം. ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ 4ാമത്തെ രാജ്യം ഇന്ത്യ ആണെങ്കിൽ USA 1, ചൈന 2, റഷ്യ 3. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ലോക പുസ്തക പകർപ്പവകാശ ദിനം എന്നാണ്? ലോക പുസ്തക പകർപ്പവകാശ ദിനം എന്നാണ്? ഏപ്രിൽ 23-നാണ്. ഏപ്രിൽ 23-നാണ്. അതിന്റെ പ്രമേയം എന്താണെന്നറിയാമോ? നമ്മുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിന്റെ പങ്ക്. നമ്മുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിന്റെ പങ്ക് എന്നുള്ളതാണ് എന്ത്? ലോക പുസ്തക പകർപ്പവകാശ ദിനം 2025 പ്രമേയം. ഓക്കെ, അപ്പൊ 2025 ലോക പുസ്തക പകർപ്പവകാശ ദിനം അതിന്റെ പ്രമേയമാണ് നമ്മുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സാഹിത്യത്തിന്റെ പങ്ക് എന്നുള്ളത്. അപ്പൊ ഏപ്രിൽ 23 എന്താണ്? ലോക പുസ്തക ദിനമാണ്, അല്ലെങ്കിൽ ലോക പുസ്തക പകർപ്പ് അവകാശ ദിനമാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2025 ഏപ്രിൽ അന്തരിച്ചിട്ടുള്ള ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് ആരാണ്? എന്താണ്? 2025 ഏപ്രിൽ അന്തരിച്ച ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവാണ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. ആരാണ്? ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. അപ്പൊ അദ്ദേഹം ഒരു ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്താണ് ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. അതിന്റെ പേരെന്താണ്? ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ എന്നാണ്. ഓക്കെ, അടുത്തിടെ കേന്ദ്ര കാർഷിക സർവകലാശാല വികസിപ്പിച്ചിട്ടുള്ള ഒരു തരം എന്താണ് മഞ്ഞൾ ഇനമാണ് എന്തെന്ന് പറയുന്നത്? IISR സൂര്യ എന്ന് പറയുന്നത് കേട്ടോ.
എന്താണ് IISR സൂര്യ എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്ര സർവകലാശാല, കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം അല്ലെ വികസിപ്പിച്ച മഞ്ഞളിനമാണ് IISR സൂര്യ എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കണേ. അടുത്തത് 2025 ഭൗമ സൂചിക പദവി. എന്താണ്? ഭൗമ സൂചിക പദവി ലഭിച്ച ഇടുക്കിയിൽ നിന്നുള്ള ഉൽപ്പന്നം കണ്ണാടിപ്പായ. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് ഭൗമസൂചിക പദവി ലഭിച്ച വനോൽപ്പന്നം ഏതാണ്? നിലമ്പൂർ തേക്കാണ്. അതുപോലെ ഉൽപ്പന്നം ഏതാണെന്ന് ചോദിച്ചാൽ ആറന്മുള കണ്ണാടിയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2025 ഏപ്രിലിൽ ഇടുക്കിയിൽ നിന്നും ഒരു വസ്തുവിന് എന്താണ് കരകൗശല വസ്തുവാണ്. അവർ കൈകൊണ്ടുണ്ടാക്കിയ കിടക്കാനുള്ള പായ ഉണ്ടല്ലോ, കണ്ണാടിപ്പായ, അത് എന്താണ് അതിനാണ് ഇടുക്കിയിൽ നിന്നും ഭൗമസൂചിക പദവി കിട്ടിയിട്ടുള്ള ഉൽപ്പന്നം എന്ന് പറയുന്നത്. അപ്പോൾ വേറെ കുറച്ച് ഉൽപ്പന്നങ്ങളുണ്ട്, നമുക്ക് നോക്കാം. തലനാടൻ ഗ്രാമ്പു എന്ന് പറയുന്നത് കോട്ടയത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച വസ്തുവാണ് തലനാടൻ ഗ്രാമ്പു എന്ന് പറയുന്നത്. ഗ്രാമ്പു അറിയാലോ. തമിഴ്നാട്ടിൽ നിന്നും 2 പ്രോഡക്റ്റുകളുണ്ട്. എന്തൊക്കെയത്? കുംഭകോണം വെറ്റിലയും തോവാള മാണിക്യമാലയും. ഏതൊക്കെയാ? കുംഭകോണം വെറ്റില, തോവാള മാണിക്യമാല. ഇത് രണ്ടിനും തമിഴ്നാട്ടിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട്. ഇനി റിൻഡിയ സിൽക്ക്, മേഘാലയയിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ചതാണ് റിൻഡിയ സിൽക്ക്. ദെൻ സിക്കിമിൽ നിന്നാണെങ്കിൽ അത് ഡാലെ ചില്ലിയാണ്. സിക്കിമിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ചത് ഡാലെ ചില്ലിക്കാണ്. അപ്പൊ ഒന്നുകൂടെ നോക്കിക്കേ, കണ്ണാടിപ്പായ ഇടുക്കിയിൽ നിന്നും ഭൗമസൂചിക പദവി നേടിയതാണ്. തലനാടൻ ഗ്രാമ്പു എന്ന് പറയുന്നത് കോട്ടയത്ത് നിന്നുള്ള ഭൗമസൂചിക പദവി ലഭിച്ചതാണ്. തമിഴ്നാട്ടിൽ നിന്നും 2 വസ്തുക്കളുണ്ട്. എന്തൊക്കെയാ? കുംഭകോണം വെറ്റിലയും തോവാള മാണിക്യമാലയും ഉണ്ട്. ഇന്ത്യ സിൽക്ക് മേഘാലയയിൽ നിന്നും, ഡാലെ ചില്ലി സിക്കിമിൽ നിന്നും. ഓക്കെ അല്ലേ? അത് കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കേരളത്തിലെ 50ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനായ വ്യക്തി. 50ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? അദ്ദേഹം ജയതിലക്. ഡോക്ടർ ജയതിലകാണ് 50ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത്. ആരാണ്? ജയതിലക്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. 2025 ഏപ്രിലിൽ അന്തരിച്ച ബഹിരാകാശ ശാസ്ത്രജ്ഞനും ISROയുടെ ചെയർമാനുമായിരുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ കസ്തൂരി രംഗനാണ്. ഓക്കെ. ഡോക്ടർ കസ്തൂരി രംഗൻ 2025 ഏപ്രിലിൽ അന്തരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ്. ISROയുടെ ചെയർമാനുമായ വ്യക്തിയാണ് ആര്? ഡോക്ടർ കസ്തൂരി രംഗൻ. ഓക്കെ അല്ലേ? അടുത്ത നോക്കിക്കേ. 2025 ഏപ്രിലിൽ അന്തരിച്ചിട്ടുള്ള നമ്മുടെ പ്രശസ്ത ഛായാഗ്രഹകനും സിനിമാ സംവിധായകനുമായ വ്യക്തിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണത്? ഷാജി എൻ കരുണാണ് അല്ലേ? ഷാജി എൻ കരുണാണ്. അദ്ദേഹം അന്തരിച്ചത് എന്നാ നമ്മൾ ഓർത്ത് വെച്ചേക്കണം. 2025 ഏപ്രിൽ 28-നാണ് ഷാജി എൻ കരുൺ അന്തരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2025 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ഛായാഗ്രഹകനും സിനിമാ സംവിധായകനുമായ വ്യക്തി ആരാണ്? ഷാജി എൻ കരുണാണ്. അദ്ദേഹം അന്തരിക്കുന്നത് ഏപ്രിൽ 28-നാണ്. ഓക്കെ. അടുത്ത് നോക്കിക്കേ. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ വ്യക്തി ആരാണ്? എന്ത് അവാർഡാണ്? വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ആരാണ്? സമർ അബു എലൂഫാണ്. സമർ അബു എലൂഫിനാണ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടുന്നത്. മറന്നു പോകരുത്. ആരാണ്? സമർ അബു എലൂഫ്. ഓക്കെ. ഒന്നുകൂടെ നമുക്ക് ആദ്യം മുതൽ നോക്കാം. നില എന്തായിരുന്നടാ? നില നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്ത് നോക്കിക്കേ. എന്താണ്? ഒരു സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹമാണ് അല്ലേ? ഇപ്പൊ ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹമാണ് നില എന്ന് പറയുന്നത്. X20 എന്ന് പറയുന്ന കമ്പനിയാണ് വികസിപ്പിച്ചത്. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്തത് UGC കാറ്റഗറി 1 ഗ്രേഡ് പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല MG യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ കേരളത്തിൽ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി നിലവിൽ വരാൻ പോകുന്നത് എവിടെയാണ്? ശാസ്താംപാറയാണ്. തിരുവനന്തപുരം ശാസ്താംപാറയിലാണ്. ഇതിന്റെ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാ? PR ശ്രീജേഷ് ആണ്. ഇനി ഒരു വിയോഗമാണ്. 2025 ഏപ്രിലിൽ അന്തരിച്ച ആഗോള കത്തോലിക്ക സഭയുടെ തലവനാണ് ആര്? ഫ്രാൻസിസ് മാർപ്പാപ്പ. ഓക്കെ. ഇനി ലോക ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22-നാണ്. 2025 ലോക ഭൗമദിനത്തിന്റെ പ്രമേയമാണ് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നുള്ളത്. ഓക്കെ. അടുത്തതും ഒരു വിയോഗമാണ്. 2025 ഏപ്രിൽ അന്തരിച്ച നോബൽ ജേതാവായ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരൻ ആരാണ്? മാരിയോ വർഗസ് യോസ. ഓക്കെ. മാരിയോ വർഗസ് യോസയാണ് കേട്ടോ. ഓക്കെ. അടുത്ത ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതിന് മുന്നേ 1ാം സ്ഥാനം USA, 2 ചൈന, 3 റഷ്യ. ഓക്കെ. ഏപ്രിൽ 23 എന്താ പ്രത്യേകത? ലോക പുസ്തക ദിനം, ലോക പുസ്തക പകർപ്പ് അവകാശ ദിനമാണ്. പ്രമേയം എന്തായിരുന്നു 2025? നമ്മുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിന്റെ പങ്ക്.
അടുത്തതും ഒരു വിയോഗമാണ്. 2025 ഏപ്രിൽ അന്തരിച്ച ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. ഓക്കെ, ഇനി നമ്മുടെ കേരള കാർഷിക സർവകലാശാല അടുത്തിടെ വികസിപ്പിച്ച ഇനം മഞ്ഞളിനമാണ് എന്ന് പറയുന്നത് IISR സൂര്യ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഭൗമസൂര്യ പദവി ലഭിച്ച കുറച്ച് പ്രോഡക്റ്റ് നമ്മൾ പഠിച്ചു അല്ലേ. ഇടുക്കിയിൽ നിന്നും കണ്ണാടിപ്പായയാണ്, കോട്ടയത്തു നിന്നുള്ള തലനാടൻ ഗ്രാമവും ഭൗമസൂര്യ പദവി ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കുംഭകോണം വെറ്റില, തോവാള മാണിക്യമാല, റിന്ത്യ സിൽക്ക് എവിടെ നിന്നുള്ള മേഘാലയ, ഡാലെ ചില്ലി സിക്കിം. കേരളത്തിലെ 50ാമത് ചീഫ് സെക്രട്ടറിയുടെ നിയമിതനായത് A. ജയതിലകാണെന്ന് ഓർക്കുക. 2025 ഏപ്രിൽ അന്തരിച്ച ബഹിരാകാശ ശാസ്ത്രജ്ഞനും ISROയുടെ ചെയർമാനുമായിരുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ കസ്തൂരി രംഗനാണ്. 2025 ഏപ്രിൽ അന്തരിച്ചിട്ടുള്ള പ്രശസ്ത ഛായാഗ്രാഹകനും ചലച്ചിത്ര സംവിധായകനുമായ വ്യക്തിയാണ് ഷാജി N. കരുൺ. 2025 ഏപ്രിൽ 28-നാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഓക്കെ, 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ അവാർഡിന് അർഹനായത് ആരാണ്? സമർ അബു എലൂഫ് ആണ്. ആരാണ്? സമർ അബു എലൂഫ്. അപ്പോൾ നാളെ എക്സൈസ് എക്സാം നടക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. ടെൻഷനൊന്നും ഇല്ലാതെ, നെഗറ്റീവൊന്നും ആക്കാതെ എല്ലാവരും നന്നായിട്ട് പോയി പരീക്ഷ എഴുതുക. ആരും ടെൻഷൻ അടിക്കരുത്. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പരീക്ഷാ ഹാളിൽ എത്താൻ ശ്രമിക്കുക. ഉച്ചയ്ക്കല്ലേ പരീക്ഷ. അപ്പോൾ എക്സൈസ് പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേടാ, ബൈ.